സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നൊരു തലക്കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗിഫ്റ്റ് തിലാപ്പിയുടെ തല വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള കട്ട് ചെയ്തത്, 3 തക്കാളി കട്ട് ചെയ്തത്, 5 പച്ചമുളക്, 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു വലിയ നാരങ്ങയുടെ വലിപ്പം വരുന്ന പുളി അറിയേണ്ടത്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 കിലോ ഗിഫ്റ്റ് തിലാപ്പിയുടെ തലയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഗിഫ്റ്റ് തിലാപ്പിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള 2-3 വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ മീൻ പൊള്ളിച്ചതും മീൻ പൊരിച്ചതും അതേപോലെ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈമിൽ ഫാമിൽ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. ഇനി നമുക്ക് ഇത് കറി വെക്കാം. അതിനായിട്ട് ഞാൻ മൺചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം സവാള നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സവാള മതി. തക്കാളിയാണ് നമുക്ക് മീൻ കറിയിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ ഒരു ചെറിയ സവാളയാണിത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വല്ലാണ്ടൊന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം, എന്നാൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഇതിലേക്ക് നമുക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വാടുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം വിടുന്നത് വരെ അടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ആ ഒരു മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പുളി ഒഴിച്ചു കൊടുത്ത വെള്ളം മതിയാവില്ല കറിയിലേക്ക്. ഇത് നമ്മളിപ്പോൾ മസാല വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് വല്ലാണ്ട് കുറുക്കം വരും, കാരണം നമ്മൾ കൂടുതൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് തിളപ്പ് വന്നതിന് ശേഷം നോക്കിയാൽ കുറുക്കം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കുറുക്കം മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ മസാലപ്പൊടികളും പുളിയൊക്കെ ചേർത്ത് കൊടുത്തതൊന്ന് ചെറുച്ചൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു തിളപ്പ് മതി. തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോൾ ആ ഒരു തിളപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കി നോക്കാം. ഉപ്പ് കുറവുണ്ട്. അപ്പോൾ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇനി ഈ കറി നല്ലവണ്ണം തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് തലക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ കറി തിളച്ച് വന്ന് ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ബാക്കിയുള്ളതൊക്കെ പൊരിച്ച് കഴിച്ചിട്ടുണ്ട്. തല മാത്രം ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇറക്കി വെച്ചാൽ മതി. നമ്മളെ തല മാത്രമേ ഇതിൽ വെന്ത് കിട്ടാനുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കി വെക്കാം. നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.